ഉത്തരം സൂറത്തുൽ അംബിയ 107 ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്ക്? ഉത്തരം ഷാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം അവസാനിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുന്ന ആയത്ത് ഏത് സൂറത്തിൽ? ഉത്തരം സൂറത്തുൽ മാഇദ 3 ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ആരംഭിക്കുന്നത് എത്രാം വയസ്സിൽ? ഉത്തരം 40-ാം വയസ്സിൽ. ഇഞ്ചീലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ഏത് പേരിൽ? ഉത്തരം അഹമ്മദ്. ഹാഷിം എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ പിതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി സഹോദരനായ എളാപ്പ. ഉത്തരം ഹംസ റളിയല്ലാഹു അൻഹു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലെ ഏക പ്രവാചകൻ. ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആമിന ബീവി ഗർഭം ധരിച്ച് എത്ര മാസത്തിനു ശേഷമാണ് അബ്ദുള്ള എന്നവർ മരണമടഞ്ഞത്? ഉത്തരം 2 മാസം. നബിയുടെ ജനനവർഷം മക്ക ആക്രമിക്കാൻ ആനപ്പടയുമായി വന്ന രാജാവിൻ്റെ പേര്? ഉത്തരം അബ്രഹത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ആരുടെ വീട്ടിലായിരുന്നു? ഉത്തരം അബൂ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി മുല കൊടുത്ത സ്ത്രീ? ഉത്തരം ആമിന ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സന്തോഷത്തിൽ അബൂലഹബ് മോചിപ്പിച്ച സ്ത്രീ? ഉത്തരം സുഹൈബത്തുൽ അസ്ലമിയ. ഹലിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത് എത്രാം വർഷമാണ്? ഉത്തരം 4-ാം വർഷം. അബ്ദുൽ മുത്തലിബിൻ്റെ മരണസമയത്ത് നബിക്ക് വയസ്സ് എത്രയായിരുന്നു? ഉത്തരം 8 വയസ്സ്. നെഞ്ച് കയറിയ സംഭവം നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ്? ഉത്തരം ഹലിമ ബീവി റളിയല്ലാഹു അൻഹ. ഉമ്മയുടെ മരണശേഷം ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത്? അറിയിക്കുന്ന ആയത്ത് ഏത് സൂറത്തിൽ? ഉത്തരം അബ്ദുൽ മുത്തലിബ്. ആരുടെ കൂടെ ആട് മേയ്ക്കുമ്പോഴാണ് നെഞ്ച് കീറിയ സംഭവമുണ്ടായത്? ഉത്തരം ഹലിമ ബീവിയുടെ മകൻ അമ്രത്ത്. ഇബ്നു സിബിയാൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ വിവാഹം ചെയ്യുമ്പോൾ വയസ്സ് എത്ര? ഉത്തരം 25.
പ്രളയത്തിൽ കഅബക്ക് തകരാർ സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രയായിരുന്നു വയസ്സ്? ഉത്തരം 35. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലയളവ് എത്ര കാലമാണ്? ഉത്തരം 23 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാം യാത്ര എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ഖദീജ ബീവിക്ക് വേണ്ടി കച്ചവടം നടത്താൻ. ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതാൻ പറഞ്ഞത് ഏത് ആയത്താണ്? ഉത്തരം ഇഖ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം വിശ്വസിച്ചത് ആരാണ്? ഉത്തരം ഖദീജ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രഹസ്യമായി പ്രബോധനം നടത്തുകയും സ്വഹാബികൾക്ക് ഉപദേശം നൽകുകയും ചെയ്ത കേന്ദ്രം? ഉത്തരം ദാറുൽ അർഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ആയിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ പാറക്കല്ലിടാൻ വന്ന ഖുറൈശി നേതാവ്? ഉത്തരം അബൂജഹൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാസ്തവമാക്കിയതിൻ്റെ പേരിൽ ഉമ്മയത്തിൻ്റെ പീഡനം ഏറ്റുവാങ്ങിയ മഹാൻ ആര്? ഉത്തരം ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ട് ത്വാഹ സൂറത്ത് കേട്ട് ഇസ്ലാം സ്വീകരിച്ച മഹാൻ? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. നബിയും കുടുംബങ്ങളും ശത്രുക്കളുടെ ബഹിഷ്കരണത്തിന് ഇരയായത് ഏതു വർഷം? ഉത്തരം 3-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ചെറിയ മകൾ ആരാണ്? ഉത്തരം ഫാത്തിമ ബീവി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കൾ ആരാണ്? ഉത്തരം ഉമ്മു കുൽസൂം, റുഖിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിളിപ്പേര് പറഞ്ഞിരുന്നത് ഏത് മകനിലേക്ക് ചേർത്തുകൊണ്ടാണ്? ഉത്തരം ഖാസിം. നബിയുടെ മരണശേഷം ജീവിച്ച ഏക മകൾ? ഉത്തരം ഫാത്തിമ ബീവി. ഖദീജ ബീവിയുടെ മരണശേഷം നബി ആദ്യമായി വിവാഹം ചെയ്തത് ആരെ? ഉത്തരം സൗദ ബീവി. തായിഫിലേക്കുള്ള യാത്രയിൽ നബിയുടെ കൂടെ ഉണ്ടായ അനുചരൻ? ഉത്തരം സയ്യിദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് നടത്തിയ വാഹനം? ഉത്തരം ബുറാഖ്. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബിയുടെ കൂട്ടാളി? ഉത്തരം ജിബ്രീൽ. മിഅ്റാജിൻ്റെ സമ്മാനമായി നബിക്ക് അല്ലാഹു നൽകിയത് എന്താണ്? ഉത്തരം 5 വക്ത് നമസ്കാരം. നബി ഹിജ്റ പോകുമ്പോൾ നബിയുടെ വിരിപ്പിൽ കിടന്നത് ആരാണ്?
ഉത്തരം അലി റളിയല്ലാഹു അൻഹു. ഹിജറ യാത്രക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നബി ഓതിയ ആയത്ത്. ഈ ആയത്ത് ഓതിയപ്പോൾ ശത്രുക്കൾ ഉറക്കത്തിലേക്ക് വീണെന്നാണ് ചരിത്രം. ഉത്തരം യാസീനിലെ 9-ാമത്തെ ആയത്ത്. ഹൗർ ഗുഹയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താമസിച്ചത് എത്ര ദിവസമാണ്? ഉത്തരം 3 ദിവസം. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? ഉത്തരം സൂറത്തുൽ ഫതഹ് 29-ാമത്തെ ആയത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്? ഉത്തരം 1 തവണ. നബിയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജറ എത്രാം കൊല്ലമായിരുന്നു? ഉത്തരം ഹിജറ 10-ാം കൊല്ലം. ആദ്യം വഫാത്തായ പ്രവാചകന്റെ പത്നി? ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ? ഉത്തരം സയ്യിദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്നിവരുടെ മാതാവ്? ഉത്തരം മരിയത്തുൽ കിബ്തിയ. അവസാനം വിട പറഞ്ഞ പ്രവാചക പത്നി? ഉത്തരം ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. പ്രവാചക ഭാര്യമാരെ അറിയപ്പെടുന്നത്? ഉത്തരം ഉമ്മത്തുൽ മുഅ്മിനീൻ. മദീനയുടെ പഴയ പേര്? ഉത്തരം യസ്രിബ്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത? ഉത്തരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആര്? ഉത്തരം അലി റളിയല്ലാഹു അൻഹു. യുദ്ധത്തിന് പോകുമ്പോൾ നബിയുടെ തൊപ്പിക്കകത്ത് മുടി തുന്നിപ്പിടിപ്പിച്ച സ്വഹാബി ആര്? ഉത്തരം ഖാലിദ് ബിനു വലീദ് റളിയല്ലാഹു അൻഹു. പ്രവാചകനോടുള്ള സ്നേഹത്തിൽ മദീനയുടെ മുകളിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാതിരുന്ന മഹാൻ? ഉത്തരം ഇമാം മാലിക്. മദീനക്കാർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത് ആരെ? ഉത്തരം സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ. മദീനയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസം ആക്കിയത് ആരുടെ വീട്ടിൽ? ഉത്തരം അബൂ അബീൽ അൻസാരി. ഒന്നാമതായി ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തി? ഉത്തരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചിരുന്ന ഖുർആൻ ശപിച്ച അബൂലഹബിന്റെ ഭാര്യ? ഉത്തരം ഉമ്മു ജമീൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്ത അബൂലഹബിന്റെ അടിമ? ഉത്തരം സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ.
സൂറത്തുൽ കൗസർ ആരുടെ അഭിസംബോധന ചെയ്യുന്നതാണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. യുദ്ധത്തിൽ വിട പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശമുള്ള സ്വഹാബി. ഉത്തരം മിസ്അബ് ബിനു ഉമൈർ. ഒരു യാത്രക്കിടയിൽ അബവാഹ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിനെ ചെന്ന് പ്രാർത്ഥിച്ചു. ആരുടേതാണ് ആ ഖബർ? ഉത്തരം ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ. ഏത് സൂറത്ത് അവതരിച്ചപ്പോൾ ആണ് ഇബ്ലീസ് അട്ടഹസിച്ചത്? ഉത്തരം സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം സൂറത്തുൽ ഫാത്തിഹ.